ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു KFC സ്റ്റൈൽ ചിക്കൻ സ്ട്രിപ്സ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. തീരെ നൈസായിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തൈര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, അതുപോലെ തന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പ്, ബ്ലാക്ക് പെപ്പർ, ജിഞ്ചർ ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ, ചില്ലി പൗഡർ, മസ്റ്റാർഡ് പൗഡർ, ഓറിഗാനോ അല്ലെങ്കിൽ തൈം എടുക്കാം. ഇതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള അടുത്ത പ്രൊസീജിയറാണ് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. കോട്ടിംഗ് ആണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോന്നായിട്ട് ഇതൊരു അരിപ്പയിലിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി രണ്ടാമത് കോട്ടിങ്ങിനായിട്ട് ആദ്യം തന്നെ നമുക്കിതൊന്ന് മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. 1-2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ മൈദ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുടയുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടും. കറക്റ്റായിട്ട് നമുക്കൊരു ആ KFCയുടെ സ്റ്റൈലിലുള്ള ഒരു ടെക്സ്ചർ കിട്ടാനാണ് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇത് കോട്ട് ചെയ്ത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ തന്നെ കിട്ടും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ എണ്ണ നല്ല ചൂടായിരിക്കണം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല രീതിയിൽ മുരിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാത്തിമത്തുൽ റിസ്വാനയുടെ സിസ്റ്ററിനും ഹായ്. പിന്നെ ഫാറൂസ് കിച്ചന്, ജയലക്ഷ്മി, അഖിൽ, യമ്മീസ് വേൾഡ്, ലക്ഷ്മി പാർവതി, ഷഹാൽ ഐഡിയാസ്, എല്ലാവർക്കും ഹായ്.